ഇന്ന് ഫെബ്രുവരി 7th 9th എന്റെ അടുത്ത് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തന്നെ എനിക്ക് പെയിൻ വന്നുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാന്ന് വെച്ചു. പൊതുവേ എത്ര വേണമെങ്കിലും പെയിൻ സഹിക്കുന്ന ഒരാളാണ് ഞാൻ. വല്ലാതെ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് പെയിൻ വന്നെന്ന് പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. കാരണം ഞാൻ കൂളായിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം. അങ്ങനെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്ന് വെച്ചാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ ചെന്നത് നേരെ എന്നെ വീൽ ചെയറിലിട്ട് ലേബർ റൂമിൽ കയറ്റി. അപ്പോഴാണ് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ ദിവസമാണെങ്കിലും മിക്ക ഡോക്ടേഴ്സും ലീവായിരുന്നു. ഹോസ്പിറ്റലാണെങ്കിൽ കാലിയായി കിടക്കായിരുന്നു. ഡെലിവറിക്കാണെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഈവനിങ് ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കായിരുന്നു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നെ ലേബർ റൂമിൽ കയറ്റി അവർ പെയിന്റെ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ PV ചെയ്തു. അപ്പോഴായിരുന്നു എന്റെ ജീവൻ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 2 cm ഡയലേഷൻ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ പെയിൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഡയലേറ്റഡ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് എന്നോട് റൂമിലോട്ട് പോയി എന്തെങ്കിലും കഴിച്ച് ഒന്ന് വാക്കിങ്ങിനൊക്കെ പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച കഴിച്ചു കഴിഞ്ഞ് ഇനി എന്തെങ്കിലും പെയിൻ കുറയാനുള്ള വല്ലതും തരുമായിരിക്കുമെന്ന്. രാത്രി ആയതുകൊണ്ട് എന്തായാലും കിടന്നുറങ്ങി രാവിലെ ഡെലിവറി കാണുള്ളൂ എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പത്തേക്ക് നേഴ്സ് വന്ന് എന്നോട് ലേബർ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് എനിക്കാണെങ്കിൽ പെയിൻ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഫ്ലൂയിഡും ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മൊത്തമായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടർ വന്ന് എന്റെ ഫ്ലൂയിഡ് പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ടും എനിക്ക് ഡയലേഷൻ ആവുന്നുണ്ടായിരുന്നില്ല. പെയിൻ ആണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡോക്ടർ വന്ന് പറഞ്ഞു ഇനിയും പെയിൻ കൂടട്ടെ, നല്ലോണം ആവട്ടെ എന്ന്. അപ്പത്തേക്ക് ഞാൻ ശരിക്കും തളർന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് എപ്പിഡൂറൽ തരാൻ പറ്റുമോ എന്ന്. പക്ഷെ എന്റെ കഷ്ടകാലത്തിന് അന്ന് എപ്പിഡൂറൽ എടുക്കുന്ന ഡോക്ടർ ഇല്ലായിരുന്നു. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അങ്ങോട്ട് പ്രസവിക്കുക, അത്ര മാത്രമേ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഒരുപാട് തവണ എന്നെ വാക്കിങ്ങിന് പറഞ്ഞു വിട്ടു. എന്നിട്ട് എനിക്ക് ഡയലേറ്റഡ് ആവുന്നില്ല. അങ്ങനെ ഫൈനലി കുറെ നേരം വെയിറ്റ് ചെയ്ത് രാവിലെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബേബി വന്നു. എപ്പിഡൂറൽ ഒന്നും ഇല്ലാതെ ഇത്രത്തോളം പെയിൻ സഹിച്ച് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഈവനിങ് ഒരു 6 മണിക്കായിരുന്നു എന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് 6 മണിക്കായിരുന്നു ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ആ ഒരു പെയിൻ ഞാൻ സഹിച്ചത് എന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. എത്രത്തോളം പെയിൻ ഉണ്ടെങ്കിലും എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ കരഞ്ഞു ബഹളം വെച്ചിട്ടില്ല. ഈ ഒരു കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അത് ഡോക്ടേഴ്സിനൊക്കെ വലിയൊരു അതിശയായിരുന്നു. പിറ്റേ ദിവസം ഡോക്ടേഴ്സ് വന്ന് വീട്ടുകാരുടെ അടുത്തൊക്കെ അത് പറയായിരുന്നു. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചു, ശരിക്കും ഷോക്കിംഗ് ആയിപ്പോയി, അവൾ ഇത്രയും സഹിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴായിരുന്നു വീട്ടുകാർക്കൊക്കെ കുറച്ചെങ്കിലും എന്റെ അടുത്ത് ഒരു മതിപ്പൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മുടെ ബേബിയുടെ ഫേസ് കണ്ട പെയിൻ എല്ലാം മറന്നു പോകുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം എന്റെ വയറിലകത്ത് കിടന്ന ആളാണ് ഈ അടുത്ത് കിടക്കുന്നത് എന്നവർക്കുമ്പോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു.